ദിവസത്തിന് മുമ്പ് ഒരു വളം സെറ്റാക്കി വെച്ചായിരുന്നു. 1/2 കിലോ ചാളയും 1/2 കിലോ പിന്നെ ശർക്കരയും കൂടെ ചേർത്ത്. ആ വളം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിനി ഒന്ന് ഞെവിടി അരിച്ചെടുക്കാൻ പോവാണ്. അരിച്ചെടുത്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യാൻ ചെടിക്കോ അല്ലെങ്കിൽ പച്ചക്കറിക്കോ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഞാനൊന്ന് ഞെവിടി പിന്നെ അരിച്ചെടുക്കാൻ പോവാം. നല്ല പരുവായിരിക്കുകയാണ്. ഇത് നമ്മൾ ഇനി ഒന്ന് ഞെവിടി എടുക്കാൻ പോവാം. ഇതെല്ലാം ഞെവിടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് വാരി ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. ഈ വേസ്റ്റ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനോ പച്ചക്കറിക്കോ ഒക്കെ കുഴിച്ചിട്ട് നമുക്ക് വളമാക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ലൂസാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇഷ്ടംപോലെ കായും പൂവും എല്ലാം ഉണ്ടാവും. പച്ചക്കറി ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, ചെടികളിലാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാവും. നല്ല 1/2 കിലോ ചാളയ്ക്കും 1/2 കിലോ ശർക്കരയ്ക്കും നല്ല കൊടുത്ത വളമായിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 1 കപ്പ് വെള്ളം, ഒരു 1/2 ലിറ്ററിൽ കൂടുതൽ, 1/2 ലിറ്ററോളം വരും, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും മതി. നല്ല ലൂസായിട്ടുണ്ട്. ഈ അളവിൽ നമ്മളത് അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. വളം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മളിനി അടിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇത് നമ്മൾ ചെടിയുടെ തണ്ടിലും ചുവട്ടിലുമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. മണ്ട ഒരു കാരണവശാലും സ്പ്രേ ചെയ്യരുത്. ആവശ്യത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ വളം റെഡിയാക്കി ഇട്ടിരുന്നത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത ചെടിയാണ് ഇത്രയും പൂത്ത് നിൽക്കുന്നത്. ഇതുപോലെ നല്ല ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും ഈ ഒരു വളം ചെയ്താൽ. അതുപോലെ പച്ചക്കറിക്ക് ചെയ്താലും ഇഷ്ടം പോലെ പച്ചക്കറികളുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി കാണും വരെയും ബായ്.